2019 ഓഗസ്റ്റ് 31 പാലക്കാട് നെന്മാറയ്ക്ക് സമീപം പോത്തുണ്ടി എന്ന ഗ്രാമം വിറങ്ങലിച്ച ദിവസമാണ്. സജിത എന്ന വീട്ടമ്മയെ അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അവിടെ നിഴലിക്കുന്നുണ്ട്. പിന്നീട് ചെന്താമരയെക്കുറിച്ച് നമ്മൾ കേട്ടത് ഇക്കഴിഞ്ഞ ജനുവരി 27-നാണ്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയാൾ വെട്ടിക്കൊലപ്പെടുത്തിയതോടെ അവരുടെ മക്കൾ അനാഥരായി. ചെന്താമര എന്ന പേര് കേട്ടാൽ ഇപ്പോഴും ആ നാട്ടുകാർക്ക് ഭയമാണ്. അവർക്കിനി ഭയം കൂടാതെ അവിടെ ജീവിക്കാൻ കഴിയും. നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി 3 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിധിയിൽ തൃപ്തരെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ പ്രതികരിച്ചു. അതെ, പരോളോ ജാമ്യം കിട്ടുമെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോൾ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. തൃപ്തനാണോ ഈ ഒരു വിധിയില്? നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതെല്ലാം ഒന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ സുബി വിശ്വനാഥ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുബി, കഴിഞ്ഞ 6 വർഷമായി പോത്തുണ്ടി എന്ന ഗ്രാമത്തിലെ നാട്ടുകാർ വലിയ ഭീതിയോടെയാണ് കഴിഞ്ഞത്. അതായത് ചെന്താമര ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴൊക്കെ അയാൾ ആരെങ്കിലും കൊലപ്പെടുത്തുമോ എന്ന ഭയം. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ജനുവരി 27-ന് ഈ സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയതാണ് ചെന്താമര. പക്ഷേ ഈ കേസിൽ വിധി വരുമ്പോൾ ആ നാട്ടുകാർക്ക് വലിയ ഒരു ആശ്വാസമാണ്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്നൊരു വലിയ ആശ്വാസം തന്നെയാണ് നാട്ടുകാർ. ഈ വിധിയിൽ കുടുംബാംഗങ്ങൾ തൃപ്തരാണ് എന്നാണ് ഈ മക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ കാര്യം? പ്രോസിക്യൂഷൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചതല്ലേ? ടോം, ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതിനുള്ള തക്ക കുറ്റം പ്രതി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒരു ഇരട്ട കൊലപാതകം കൂടെ ചെയ്തിരുന്നു എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന്റെ ആ ഒരു നിലപാടിനോട് കോടതി യോജിച്ചില്ല. പകരം ഇരട്ട ജീവപര്യന്തമാണ് ഈ ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്നൊരു വിലയിരുത്തലാണ് കോടതിക്കുണ്ടായിരുന്നത്. പക്ഷേ കോടതി പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധേയമാണ്. പ്രധാനമായും പറയുന്നത്, പ്രതിയുടെ മാനസിക നില ഭദ്രമാണ് എന്നാണ് കോടതി പ്രധാനമായും പറയുന്നത്. ഒപ്പം പ്രതി ഇനിയൊരു മാനസാന്തരം സംഭവിക്കാനോ അല്ലെങ്കിൽ പ്രതിക്ക് ഇനിയൊരു നല്ലവനാകാനോ ഉള്ള ഒരു സാധ്യത പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും കോടതി വിലയിരുത്തുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇരട്ട ജീവപര്യന്തം എന്നൊരു ശിക്ഷയിലേക്ക് കോടതി കടന്നത് എന്നതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഒപ്പം 3.25 ലക്ഷം രൂപ പിഴയും പ്രതി ഒടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സജിതയുടെ മക്കൾ, സജിതയുടെയും സുധാകരൻ്റെയും മക്കളായ അതുല്യയ്ക്കും അഖിലയുടെയും ജീവിതം അത് മെച്ചപ്പെട്ട നിലവാരത്തിലാക്കണം. ഈ പിഴത്തുക അവർക്ക് നൽകണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർക്ക്, പോത്തുണ്ടി നിവാസികൾക്ക് ആശ്വാസകരമായ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരെന്ന് വിധിച്ചപ്പോൾ തന്നെ അന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പ്രതിക്ക് തൂക്കുകയർ വിധിക്കണം. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്. സജിതയ്ക്ക് ശേഷം മറ്റ് 2 പേരെ കൊന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വേണമെന്നൊരാവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ ആ പ്രോസിക്യൂഷൻ്റെ ആവശ്യം എന്തുകൊണ്ടായിരിക്കാം കോടതി പരിഗണിക്കാതിരുന്നത്? കാരണം ഇയാൾക്കൊരു മനപരിവർത്തനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാം. അത്തരമൊരു നിരീക്ഷണത്തിലായിരിക്കുമോ പ്രതിക്ക് തൂക്കുകയർ വിധിക്കാതിരുന്നത്? സ്വാഭാവികമായും അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തന്നെ കരുതണം. പിന്നെ മറ്റൊന്ന്, അപൂർവങ്ങളിൽ അപൂർവമല്ലാത്തൊരു കേസാണ് എന്നൊരു വിശദീകരണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം പ്രതിക്ക് ഇനി മാനസാന്തരത്തിനുള്ള സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ പ്രായവും കോടതി ഒരുപക്ഷെ പരിഗണിച്ചിട്ടുണ്ടാകണം. ഏതായാലും വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. അതിൽ എന്തെങ്കിലും വിശദീകരിച്ച് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക്
നൽകിയിരിക്കുകയാണ്, ഇരട്ട ജീവപര്യന്തം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത്, ഇയാൾക്ക് പരോൾ നൽകുകയാണെങ്കിൽ അതിൽ സാക്ഷികൾക്ക് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇയാൾക്ക് പരോൾ അനുവദിക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ പരിഗണിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സജിത വധക്കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു ഒരു പുഷ്പ എന്ന് പറയുന്ന യുവതി. അത് ഈ സജിതയുടെയും അതുപോലെ തന്നെ ചെന്താമരയുടെയും അയൽവാസിയാണ്. ഈ ചെന്താമര കൃത്യം നിർവഹിച്ചതിന് ശേഷം പുറത്തേക്ക് നടന്നു വരുന്നത് ഈ പുഷ്പയാണ് കണ്ടിരുന്നത്. പുഷ്പ ഇക്കാര്യം കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പുഷ്പയ്ക്കെതിരെ വലിയ തോതിലൊരു വൈരാഗ്യം ചെന്താമരയുടെ മനസ്സിലുണ്ട്. പുഷ്പ കോടതിയിലെത്തി മൊഴി നൽകിയതിനു ശേഷം ചെന്താമര ഈ പുഷ്പയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു. ചെന്താമര ഈ പുഷ്പയെ വധിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഈ പുഷ്പ ഇപ്പോൾ നാട് വിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് ഇവർ പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേ ഒരു ഭീതി തന്നെ നാട്ടിലുള്ളവർക്കെല്ലാം ചെന്താമരയെ കുറിച്ചുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇരട്ട കൊലപാതകം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം മറ്റൊരു ഇരട്ട കൊലപാതകം കൂടെ ഈ പ്രതി ചെയ്ത സാഹചര്യം കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ടായിരിക്കണം. ഒപ്പം ഈ സാഹചര്യം പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയെല്ലാം കൂടെ പരിഗണിച്ച ശേഷമായിരിക്കണം കോടതി കാരണം. അങ്ങനെ ഒരു വ്യക്തിക്ക്, അതായത് 3 പേരെ അരുങ്കോലം നടത്തിയിട്ടും ഇപ്പോഴും മാനസാന്തരമില്ല, 2 കുഞ്ഞുങ്ങളെ അനാഥനാക്കിയിട്ടും യാതൊരു മനപരിവർത്തനവും ഇല്ലാത്ത ചെന്താമര ഇനി വീണ്ടും ഒരുപക്ഷെ പരോളിൽ പുറത്തിറങ്ങിയാൽ പോലും ആ നാട്ടുകാർക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയും? നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിട്ടുള്ള പുഷ്പയ്ക്ക് ഈ ചെന്താമരയെ പേടിച്ച് നാട് വിടേണ്ട സാഹചര്യം ഉണ്ടായി. ഇനി ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുള്ള പല സാക്ഷികൾക്കും സമാനമായ അവസ്ഥ തന്നെ ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തി, ഇനിയുള്ള ഒരു പ്രതീക്ഷ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ തന്നെ ആയിരിക്കും. സമാനമായ, കാരണം ഒരു 3 പേരെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് ആ വ്യക്തിയോട് യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ തന്നെ മറ്റുള്ള ആളുകളുടെ ആ ജീവന് ഭീഷണിയാകും. സ്വാഭാവികമായും ഇനി മറ്റു 2 കേസുകളുടെ വിചാരണ നടപടികളും അതിവേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും അതിനു മുൻപ് തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയങ്ങൾ പ്രോസിക്യൂഷൻ എത്തിച്ചിരുന്നു. ഏതായാലും വിചാരണ ആരംഭിക്കുമ്പോഴായിരിക്കും ഈ ഇരട്ട കൊലപാതക കേസിൽ എന്താണ് ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വിധിച്ചിരിക്കുന്ന കേസ് സാഹചര്യ തെളിവുകൾ, അതുപോലെ തന്നെ കൊലപാതക കുറ്റം, അതിക്രമിച്ചു കടക്കൽ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതേ തെളിവുകൾ തന്നെ കോടതിക്കെതിരെ ഇപ്പോഴും കോടതിയുടെ പക്കൽ, വിചാരണ കോടതിയുടെ പക്കൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷൻ പഴുതടച്ച ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു വിചാരണ കഴിഞ്ഞാൽ മാത്രമേ ഇരട്ട ജീവപര്യന്തത്തിൽ എന്ത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന്, ഇരട്ട കൊലപാതകത്തിൽ എന്ത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. 2 പേരെയാണ് ചെന്താമര വകവരുത്തിയത്. അത് ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മായിയമ്മ ലക്ഷ്മിയെയുമാണ് വകവരുത്തിയത്. ഇവരെയും കൊലപ്പെടുത്താനുള്ള കാരണം ഈ സംശയം തന്നെയായിരുന്നു. തൻ്റെ കുടുംബം തകർക്കാൻ കാരണമായത് ഈ സജിതയാണ് എന്നാണ് ചെന്താമര പറയുന്നത്. അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിലായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. അതേ വൈരാഗ്യം തന്നെയാണ് സുധാകരനോടും അതുപോലെ തന്നെ ലക്ഷ്മിയോടും ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത്. ആ വൈരാഗ്യത്തിൽ തന്നെയാണ് ഇരുവരെയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിന്റെ വിചാരണ നടക്കാനിരിക്കുന്നതേയുള്ളൂ. വിചാരണ കഴിഞ്ഞാൽ മാത്രമേ എന്ത് തരം ശിക്ഷയായിരിക്കും ഈ കേസിൽ ചെന്താമരയ്ക്ക് ലഭിക്കുക എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ടോം. വ്യക്തമാണ്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.